Bloch equations. Consider a nucleus that possesses a magnetic momentum mu and the angular momentum of which is IH cut. So, due to the applied magnetic field, it experiences a torque. The magnetic moment experiences a torque and it is given by torque is equal to mu cross B. Okay, and we also know that rate of change of angular momentum is also torque. So torque is equal to rate of change of angular momentum IH cut, that is d by dt of IH cut. So equating these two equations, we will get d by dt of IH cut equal to mu cross B, where mu is equal to gamma into IH cut. So from that we can write IH cut is equal to mu by gamma. So 1 by gamma into d by dt of mu is equal to mu cross B, that is d by dt of mu is equal to gamma into mu cross B. Okay. Now if we rotate the vector mu with an angular frequency omega, we can write d mu by dt is equal to omega cross mu. Okay, so comparing 2 and 3, we will get gamma into mu cross b equal to omega cross mu, that is negative gamma into b cross mu is equal to omega cross mu. അത് നമുക്ക് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം? മൈനസ് ഗാമ ഇൻറ്റു ബി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. That means the magnetic dipole precesses about the direction of B with an angular velocity omega. So that omega is equal to minus gamma B. അതായത് ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എഫക്റ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എക്സാക്ട്ലി ഇക്വലൻറ്റ് ടു എ റൊട്ടേഷൻ വിത്ത് ആംഗുലർ ഫ്രീക്വൻസി. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അപ്പോൾ എഫക്റ്റ് എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റൊട്ടേഷൻ വിത്ത് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ. അപ്പോൾ ഈ ഒമേഗേനെ നമ്മൾ എന്തെന്ന് പറയുക? ലാർമർ പ്രിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് എന്തിന് കാരണമാവുന്നുണ്ട്? പ്രിസസ് ചെയ്യാൻ, അല്ലേ? മാഗ്നറ്റിക് ഡൈപോൾ പ്രിസസ് അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് ബി, ബിയുടെ ഡയറക്ഷനിൽ പ്രിസസ് ചെയ്യുന്നു വിത്ത് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ആൻഡ് ഇറ്റ് ഈസ് ഗിവൻ ബൈ മൈനസ് ഗാമ ബി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലാർമർ പ്രിസിഷൻ എന്ന് പറയുക. ഈ ഒമേഗേനെയാണ് നമ്മൾ ലാർമർ പ്രിസിഷൻ എന്ന് പറയുക. ആ ഫ്രീക്വൻസിനെയാണ് ലാർമർ ഫ്രീക്വൻസി എന്ന് പറയാം. ഇനി ഓക്കെ, now suppose there are I nuclei present ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 2ന് നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് സമ്മേഷൻ ഓവർ മ്യൂ ഐ എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു സമ്മേഷൻ മ്യൂ ഐ ക്രോസ് ബി എന്ന് എഴുതാൻ പറ്റും. ഇവിടെ സമ്മേഷൻ ഓവർ ഐ മ്യൂ ഐ, അതായത് ഐ ന്യൂക്ലിയൈ ഉണ്ട്, അതിനൊക്കെ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവും. അതിനെല്ലാത്തിനും കൂടി നമ്മൾ മാഗ്നറ്റൈസേഷൻ എം ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് M is the magnetization over all the nuclei in unit volume. So we can write dm by dt, അല്ലെ? ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? dm by dt is equal to gamma into mu cross. ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് z ഡയറക്ഷനിലാണെങ്കിൽ, ദാറ്റ് ഈസ് b is equal to b0 z ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റൈസേഷൻ ഏതിന് മാത്രം അലോങ് ആയിട്ടുണ്ടാവുക? സെറ്റിന് മാത്രം അലോങ് ആയിട്ടാണ് മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുക. കാരണം എക്സിനും വൈനും അലോങ് ആയിട്ടുള്ള മാഗ്നറ്റൈസേഷൻ 0 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക? എം സെറ്റ് ഇസ് ഈക്വൽ ടു m0 എന്ന് എടുക്കുകയാണെങ്കിൽ, ആൻഡ് ദാറ്റ് ക്യാൻ ബി റൈറ്റ് chi0 b0. അതിൽ chi0 എന്ന് പറഞ്ഞാൽ വോളിയം സസെപ്റ്റിബിലിറ്റി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു c ബൈ ടി. c എന്ന് പറഞ്ഞാൽ ക്യൂറി കോൺസ്റ്റൻറ്റും ടി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ്. ഇനി ഈ ഒരു ഇക്വേഷൻ തന്നെ, ഇക്വേഷൻ നമ്പർ 5 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ we can say that, so it gives the magnetization of the specimen. Equation 5ലും it gives the magnetization of the specimen due to the interaction of nuclear spin with the magnetic field. അത് കൂടാണ്ട് in addition to this there can be contributions to
dm by dt that arise from the interaction not included in the magnetic field. മാഗ്നറ്റിക് ഫീൽഡ് ബിയിൽ ഇൻക്ലൂഡഡ് ആവാത്ത എന്തുണ്ട് കോൺട്രിബ്യൂഷൻസ് വരാം. അപ്പോൾ നമ്മൾ 2 കേസുകൾ പഠിച്ചിരുന്നു, സ്പിൻ റിലാക്സേഷനും അതേപോലെ തന്നെ അടുത്തത് സ്പിൻ ലാറ്റിസ് റിലാക്സേഷനും. അപ്പോൾ അങ്ങനത്തെ കോൺട്രിബ്യൂഷൻസും വരാം. വെൻ mz ഈസ് നോട്ട് ഇൻ തെർമൽ ഇക്വിലിബ്രിയം, that is magnetization along z direction is not in thermal equilibrium. So assume that the magnetization approaches the equilibrium value. Thermal equilibrium അല്ലെങ്കിൽ magnetization equilibrium value approach ചെയ്യാണ്. It is m0. M is approaching to m0. Okay. At a rate proportional to, which is proportional to the departure from the value m. So dmz by dt is equal to m0 minus mz divided by t1. T1 is the spin lattice relaxation time. So we can write a dmz by dt എന്ന് പറഞ്ഞാൽ 2 കോൺട്രിബ്യൂഷൻസും വരും. സോ ഗാമ, അതായത് ഏതായത് 2 ഇക്വേഷൻസ്, ഇതാ ഈ 5ാമത്തെ ഇക്വേഷനും വരും, അതേപോലെ തന്നെ ദിസ് 6ാമത്തെ ഇക്വേഷനും കൂടി ചേർന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എം സെറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ dmz by dt എന്ന് പറഞ്ഞാൽ ഗാമ ഇൻറ്റു മ്യൂ ക്രോസ് ബി in z direction plus m0 minus mz by t1. T1 is the relaxation time of spin lattice relaxation time ആണ്. Put it as equation number 4. ഈ സെക്കൻഡ് ടേം എന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു അൺമാഗ്നറ്റൈസ്ഡ് സ്പെസിമെൻ when it is placed in a magnetic field B0 at a time t equal to 0, magnetization of that specimen increases from initial value. Initial value 0, അതായത് mz equal to 0 എന്ന് എന്ത് ചെയ്യും, ഒരു ഫൈനൽ വാല്യൂ m0യിലേക്ക് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, so this equation 4 indicates that the magnetization vector beside precessing about the magnetic field will relax to the equilibrium value m0. In a static magnetic field B0 set, if we are applying a static magnetic field B0 set, then the thermal equilibrium reached. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തെർമൽ ഇക്വിലിബ്രിയം അല്ലാത്ത കേസിലാണ്. ഇപ്പോൾ തെർമൽ ഇക്വിലിബ്രിയം റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, xy കമ്പോണൻസ്, the magnetization of xy components will be 0. Therefore mx and my components will be decaying to 0 എന്ന് പറയാം. That is അതിന് ഇക്വേഷൻ ഓഫ് മോഷൻ, കമ്പോണൻസ് ഓഫ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ എക്സ് ആൻഡ് വൈ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് dmx by dt is equal to gamma into m cross b, അതിൻ്റെ എക്സ് കമ്പോണൻ്റ് മൈനസ് mx by t2, then dm by dt is equal to gamma into m cross b y minus my by t2. അപ്പോൾ t2 is the spin relaxation time. അതിൽ മ്യൂ ക്രോസ് ബീൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എക്സ് കമ്പോണൻ്റ് വൈ കമ്പോണൻ്റ് സെറ്റ് കമ്പോണൻ്റ്, എക്സ് കമ്പോണൻ്റ് വൈ കമ്പോണൻ്റ് സെറ്റ് കമ്പോണൻ്റ് ആണ്. സോ dmx by dt എന്ന് പറഞ്ഞാൽ ഗാമ ഇൻറ്റു എം വൈ, ഈ കമ്പോണൻ്റ് ആണ് എക്സ് കമ്പോണൻ്റ്, ഗാമ ഇൻറ്റു എം വൈ ബി സെറ്റ് മൈനസ് എം സെറ്റ് ബി വൈ മൈനസ് എം എക്സ് ഇൻറ്റു t2, ദെൻ dm by dt എന്ന് പറഞ്ഞാൽ ഗാമ ഇൻറ്റു എം സെറ്റ് ബി എക്സ് മൈനസ് എം എക്സ് ഡി സെറ്റ് മൈനസ് എം വൈ t2, dmz by dt എന്ന് പറഞ്ഞാൽ ഗാമ ഇൻറ്റു എം എക്സ് ഡി വൈ മൈനസ് എം വൈ ബി എക്സ് പ്ലസ് m0 മൈനസ് എം സെറ്റ് ബൈ t1 എന്ന് എഴുതാൻ പറ്റും.